ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇസ്രായേൽ ഇറാൻ യുദ്ധം വേഴ്സ്റ്റ് കേസ് കണ്ടീഷനിലേക്ക് മാറിയിരിക്കുകയാണ്. ആക്രമണങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഇരു രാജ്യങ്ങളും തുടരുകയാണ്. US ഇനി ഇൻവോൾവ്ഡ് ആകുമോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓൾറെഡി തന്നെ ട്രംപ് ഈ ഇറാന് ഒരു ത്രട്ടൻ ചെയ്തു ഇന്നലെ. അതിന്റെ ഭാഗമെന്നോണം US മാർക്കറ്റ് ഒരു സീവിയർ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ കമ്പനീസ് ഇന്ന് ചെറുത്തുനിൽപ്പ് നടത്തി. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി പ്ലസിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയും സെൻസെക്സും ഇടിവിലാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി അതീവ വോളറ്റിലായിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒന്ന് റാലി രേഖപ്പെടുത്തി 24,960 ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നീട് ഫോൾ ചെയ്തു, പിന്നീട് കൺസോൾഡേറ്റ് ചെയ്ത് 24,798 നിഫ്റ്റി ക്ലോസ് നടത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് എല്ലാം തന്നെ ഈ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇൻഡസ്ഇൻഡ് ബാങ്ക് 4% ഒരു റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ RBL ബാങ്കും ബന്ധൻ ബാങ്കും AU സ്മോൾ ഫിനാൻസ് ബാങ്കും ബാങ്ക് സെക്ടറിൽ ഇന്ന് റാലി രേഖപ്പെടുത്തി. അതല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് നടത്തിയ ഒരു കമ്പനീസാണ്. ഓട്ടോ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നൊരു ചെറുത്തുനിൽപ്പ് നടത്തി. മാരുതിയും ഐഷർ മോട്ടോഴ്സും M&M എല്ലാം തന്നെ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം ഈ റൂറൽ ഏരിയയിൽ സെന്റിമെന്റ്സ് മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ നമ്മളുടെ ദീപാവലി പോലെയുള്ള ആഘോഷങ്ങൾ മുൻനിർത്തിയാണ് ഈ ഒരു ഓട്ടോമൊബൈൽ കമ്പനീസിൽ ഒരു സ്ലൈറ്റ്ലി ഒരു ചെറുത്തുനിൽപ്പ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹിന്ദുസ്ഥാൻ സിങ്ക് വേദാന്ത ഗ്രൂപ്പ് ഓഫ്ലോഡ് ചെയ്യാണ്, സ്റ്റോക്കുകൾ സെല്ല് ചെയ്ത് മാറാണ്. ഏകദേശം 3000 കോടി രൂപ പുറത്ത് വരുന്ന സ്റ്റോക്കുകളാണ് സെല്ല് ചെയ്ത് മാറുന്നത്. രാവിലെ കണ്ടിരുന്നു, നമ്മൾ സ്റ്റോക്ക് ന്യൂസ് പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്താണ്. സ്റ്റോക്ക് 6% ഒരു ഇടിവ് രേഖപ്പെടുത്തി. IOC, BPCL, HPCL തുടങ്ങിയ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസും ഒരു റിക്കവറി മോഡിലാണ് ഉള്ളത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സ്പൈക്ക് ചെയ്ത് പോകുന്നില്ല, സ്റ്റേബിൾ ആണ് ഓയിൽ. അതുകൊണ്ട് തന്നെ ഈ കമ്പനീസ് ചെറിയൊരു റിക്കവറി രേഖപ്പെടുത്തി. ഇന്ന് നമ്മൾ കാത്തിരുന്നത് യൂറോസോണിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ 1.9 എന്ന് പറയുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ടാർഗറ്റിന്റെ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ് ആണ്, അതല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. കാണാം യൂറോപ്യൻ മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം ട്രേഡ് ചെയ്യുന്ന FTSE പ്ലസ് ആണ്. CSE 40 ഡാക്സും പ്ലസ് അല്ലെങ്കിൽ കൂടിയും വലിയ സീവിയർ സെല്ലിംഗ് പ്രഷർ ഇല്ല. ഇന്ത്യ വിക്സ് ഇന്ന് ഫോളോ ചെയ്തു 1%, 14.2 കാണാം. ഏറ്റവും താഴേന്ന് 4ാമതാണ്. അതിന് മുകളിലുള്ള ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് പ്ലസ് ആണ്. കോസ്പി കൊറിയ പ്ലസ് ആയിരുന്നു. ചൈന ഫ്ലാറ്റ് ആയിരുന്നു. ഓസ്ട്രേലിയ 10 പോയിന്റ് മാത്രം. ഗോൾഡ് ഫ്ലാറ്റ് ആയിരുന്നു. ബ്രന്റ് ഓയിൽ 76. മുകളിലുള്ള ബിറ്റ്കോയിനിൽ മാത്രം ഫോൾ ഉണ്ട്. ബിറ്റ്കോയിൻ ഏകദേശം $700 ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ നമുക്കിനി നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ജസ്റ്റ് നോക്കാം. സ്പോട്ട് ഡോട്ടർ ലൈൻ കാണാൻ 24,800 ആണ്. ഇപ്പൊ നമ്മൾ സ്ഥിരം കാണിക്കാറുള്ള സെൻസിബിളിന്റെ പ്ലാറ്റ്ഫോം അല്ല, ഒരു ഒബ്സ്ട്രാഡ്ജ് എന്ന് പറഞ്ഞ വേറെ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ കോൾ റൈറ്റിംഗ് ഗ്രീനും പുട്ട് റൈറ്റിംഗ് എല്ലാം തന്നെ റെഡ് ആണുള്ളത്. അപ്പോൾ കോൾ റൈറ്റിംഗ് കാണാൻ ഏറ്റവും PCR എല്ലാം തന്നെ 0.7 ആ റേഞ്ചിലാണ്. കൂടുതൽ കോൾ റൈറ്റിംഗ് ആണ് ഉള്ളത്. ഏറ്റവും ഹയസ്റ്റ് കോൾ ഉള്ളത് 25,500 ആണ്. പക്ഷെ 25,000 മേജർ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. സപ്പോർട്ടിലേക്ക് വരാണെങ്കിൽ ആളുകൾ പൊതുവെ ധൈര്യം പെട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ളത് 24,000 ആണ്. അതായത് 800 പോയിന്റ് മാറിയാണ്. പക്ഷെ 24,500 മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പേടി കൂടിയ ആളുകൾ 24,000, അതിന് കുറച്ച് ധൈര്യമുള്ള ആളുകൾ 24,500 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ കാണുന്നത്. ഇതെല്ലാം തന്നെ ഡേറ്റാസ് ആണല്ലോ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്സും നമ്മൾ ന്യൂസിൽ ഉൾപ്പെടുത്താറില്ല. എല്ലാം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കാറ്. ഇനിയിപ്പോൾ യുദ്ധത്തിലേക്ക് വലിയ കമൻറ്റുകളൊന്നും നമ്മൾ പാസ്സാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. യുദ്ധമാണ്, മേ ബി ഒരു ഓവർനൈറ്റ് ആകാം. തുർക്കി അല്ലെങ്കിൽ ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾ നടത്തി സീസ് ഫയർ എല്ലാം തന്നെ പ്രഖ്യാപിച്ചേക്കാം. അതല്ലെങ്കിൽ അതർ സൈഡിൽ US ഇൻവോൾവ്മെന്റ് ഇപ്പോൾ ഒഫീഷ്യലി ഇല്ല, പക്ഷെ അത് ഒഫീഷ്യലി നാളെ ആയിക്കൂടുന്നില്ല. അപ്പൊ എന്തും സംഭവിക്കാവുന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, അറബ് രാജ്യത്തിൽ തന്നെ 2 വിഭാഗം അറബ് രാജ്യമുണ്ട്. 2 പ്രത്യേക രീതിയിലുള്ള 2 അറബ് രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാന്റെ ഒപ്പമാണെന്ന് വെച്ചാൽ അല്ല. അപ്പൊ അവര് പിന്തുടരുന്ന ഒരു പ്രത്യയശാസ്ത്രം അനുസരിച്ച് 2 വിഭാഗം ഉണ്ട്. അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഇനി അതിലേക്ക് പോകുന്നില്ല, നേരെ നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, ഇതും വാർത്തകൾ മാത്രമാണ്. അപ്പൊ ഈ വരുന്ന ശനി ഞായറാഴ്ചത്തെ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സീറ്റ് അവൈലബിൾ ആണ്. കൊച്ചിയിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് കമന്റിൽ
നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓപ്ഷൻ്റെ സീറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സ്വിംഗ് ട്രേഡിൻ്റെ ഒരു സീറ്റ് സ്റ്റിൽ അവൈലബിൾ ആണ് ഞായറാഴ്ചയിലേക്കുള്ളത്. അപ്പോൾ ബന്ധപ്പെടാം. ഫസ്റ്റ് കമന്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകൾ പോകാം. ആദ്യം അവന്യൂ സൂപ്പർ മാർക്കറ്റ് കമ്പനി. ഇവർ ഉത്തർപ്രദേശിൽ പുതിയ സ്റ്റോറുകൾ ഇവർ ഓപ്പൺ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. റിലയൻസ് ഇൻഫ്ര കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഏവിയേഷൻ സെഗ്മെന്റിൽ ഫാൽക്കൺ 2000 ജെറ്റ് ഇന്ത്യയിൽ അവർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഡെസാർട്ട് ഏവിയേഷൻ കമ്പനിയായിട്ട് ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള ന്യൂസ്. ബന്ധൻ ബാങ്ക് CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. ടാറ്റ മോട്ടോഴ്സ് ഖത്തറിൽ അവരുടെ പ്രൈമ ട്രക്ക് ലോഞ്ച് ചെയ്തു എന്നുള്ള വാർത്ത. DLF റിയാലിറ്റി കമ്പനി അവരുടെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ റവന്യൂ ഗൈഡൻസ് 20,000 കോടി രൂപയിലേക്ക് ഉയർത്തി. ഐഡിയ കമ്പനി സ്പേസ് മൊബൈലായിട്ട് കൊളാബ് ചെയ്ത് സ്റ്റാർലൈറ്റ് ഇന്റർനെറ്റ് ഇന്ത്യയിൽ ചെയ്യാനായിട്ട് ധാരണയായി. ഓൾറെഡി തന്നെ നമ്മളുടെ എയർടെല്ലും ജിയോയും സ്റ്റാർലിങ്കായിട്ട് ധാരണയായി. ഇത് നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമെന്നോണം ഐഡിയയും വേറൊരു കമ്പനിയായിട്ട് ധാരണയായിട്ടുണ്ട്. ഈസി ട്രിപ്പ് ട്രാവൽ രംഗത്തെ കമ്പനിയാണ്. അവർ വൺ ബാങ്ക് എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയായിട്ട് ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. ഇൻഫോസിസ് IT കമ്പനിയാണ്. അഡോബ് ഫോമായിട്ട് പുതിയ ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. സാഗർ ഹെൽത്ത് കമ്പനി ഓൺകോളജി ഇഞ്ചക്ഷൻ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഇഞ്ചക്ഷന് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ US നിന്ന് ലഭിച്ചു. ICC ലോൺ ബോർഡ് പോലെയുള്ള ഇൻഷുറൻസ് കമ്പനീസ് ഇന്ന് സ്ലൈറ്റ്ലി പോസിബിളി ക്ലോസ് ചെയ്തു. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തേർഡ് പാർട്ടി മോട്ടോർ ഇൻഷുറൻസിന്റെ പ്രീമിയം ഉയർത്താനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടെന്നുള്ള അഭ്യൂഹമുണ്ട്. ഒപ്റ്റിമസ് കമ്പനി OnePlus എന്ന് പറയുന്ന മൊബൈൽ കമ്പനിയായിട്ട് ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. സ്റ്റോക്ക് ഇന്ന് 9% റാലി രേഖപ്പെടുത്തി. രാകേഷ് പവർ കമ്പനി 60 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. BML കമ്പനി മുംബൈ സബർബൻ റെയിലായിട്ട് പുതിയ ഒരു ഓർഡർ കിട്ടി. ഡിക്സൺ കമ്പനി അവർ ലെനോവ ആയിട്ട് കൊളാബ് ചെയ്ത് കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. ഹീറോ മോട്ടോ കോർപ്പ് വിഡ എന്ന് പറയുന്ന EV അതിൻ്റെ പുതിയ വേർഷൻ കമ്പനി ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ് നമ്മൾ 8 മിനിറ്റിൽ താഴെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. കാരണം ആർക്കും സമയമില്ല. പക്ഷെ ഇത് കളക്ട് ചെയ്യാനായിട്ട് കളക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറിൽ കുറയാതെ നമ്മളിതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാത്രം വാലിഡിറ്റി ഉള്ളൊരു കാര്യമാണ് ഇന്ന്. നാളെ രാവിലെ പ്രീ മാർക്കറ്റ്, പിന്നെ പോസ്റ്റ്, അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ന്യൂസ് അറിയാതെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരമായിട്ട് മാറും. കാരണം നമ്മൾ ഇതിലൊന്നും ഗിമ്മിക്സുകളൊന്നും തന്നെ ഉൾപ്പെടുത്തുന്നില്ല. വസ്തുതകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു ആൾ.